പോയി വർത്തമാന രാഷ്ട്രീയത്തിന് ഉതകുന്ന തരത്തിലേക്കാണ് പ്രിയപ്പെട്ട അനുജ സുഹൃത്ത് ആ വിഷയങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർത്തും വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം ഇത്തരത്തിലുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ ഗ്രഹനമായ പഠനം നടത്തുന്നത് കാണുമ്പോൾ അവരെ അഭിനന്ദിക്കാതെ പോകുന്നത് തീർത്തും അവരോട് കാണിക്കുന്ന അപമര്യാദയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുള്ള അഭിനന്ദനം എൻ്റെ പ്രിയപ്പെട്ട അനുജ സുഹൃത്തുക്കൾ സമർപ്പിക്കുകയാണ്. എന്ന് പറയുന്നത് വർത്തമാനകാലത്തെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി മാത്രം പറയാനുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല. ഏതെങ്കിലും ഒരു വിഷയവുമായി മാത്രം ചാർത്തി പറയേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല. എല്ലാ വിഷയങ്ങളെയും ചാർത്തി ചേർത്ത് വെച്ച് പറയേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വാര്യംകുന്നത്ത്. ഞാനും നിങ്ങളും ഈ ഹാളിൽ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാന നഗരയിൽ കർഷക പ്രക്ഷോഭത്തിലാണ്. കർഷകർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ ബഹുമാന്യരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർക്കും വ്യക്തമായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒന്നാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അത്തരത്തിലുള്ള ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വളരെയധികം ഭൂസ്വത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടിയാളന്മാർക്ക് വേണ്ടി ജന്മികൾക്കെതിരെയുള്ള പോരാട്ടമായി കൂട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിനായി കടന്നു വരുന്നത്. നമുക്കറിയാം, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ മഹൽ വ്യക്തിത്വത്തിന്റെ ചക്കിപ്പറമ്പൻ ഫാമിലിക്ക് കോഴിക്കോട് സാമൂതിരി കുടുംബത്തിൽ നിന്ന് മാത്രം പതിച്ചു കിട്ടിയിരുന്നത്, അദ്ദേഹത്തിന്റെ പൂർവ്വകാല കുടുംബങ്ങൾക്ക് മാത്രം പതിച്ചു കിട്ടിയിരുന്നത് 3000-ഓളം വരുന്ന ഹെക്ടർ സ്ഥലമാണ് എന്നാണ് ചരിത്രത്തിലെ ഇന്നലകളിലൂടെ നമ്മൾ പരതി പോയപ്പോൾ നമ്മുടെ വള്ളുവനാടിന്റെയും മേറനാടിന്റെയും ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മൾ പരതി പോയപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. 3000-ഓളം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥതയുള്ള ഒരു കുടുംബമായിരുന്നു ചക്കിപ്പറമ്പൻ ഫാമിലി എന്ന് പറയുന്ന കുടുംബം. അവിടെ നിന്ന് പോകുന്നു പ്രിയപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവ് മൊയ്തീൻകുട്ടി ഹാജി മരക്കച്ചവടത്തിൽ വളരെയധികം അഗ്രഗണ്യനായിരുന്നു. മരക്കച്ചവടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ആയിരുന്നു, അത് കച്ചവടമായിരുന്നു. അങ്ങനെ ബിസിനസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ മരക്കച്ചവടം നടത്തുമ്പോഴും ഭൂസ്വത്തുള്ള കുടുംബമായിട്ടും ഈ അധിനിവേശ സേനയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കാനുണ്ടായ കാരണം മനുഷ്യരോട് ഇവിടുത്തെ ജന്മികൾ, ഇവിടുത്തെ അടിയാളന്മാരോട് ഇവിടുത്തെ ജന്മികൾ കാട്ടിക്കൂട്ടിയിരുന്ന അക്രമം അത്രയേറെ വലുതായിരുന്നു. ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ഭരണകൂടമായിരുന്നു നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഏറനാട് വള്ളവനാട് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ ഭരണാധികാരി കൈകാര്യം ചെയ്യുന്നത് മഹാനായ ഷഹീദ് ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ ടിപ്പു സുൽത്താന്റെ വഫാത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ ഷഹീദിന് ശേഷം പിന്നീട് ബ്രിട്ടീഷുകാര് കുതന്ത്രമായി ഇവിടേക്ക് കടന്നു വരികയും ആ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു തീരുമാനം, ആ തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് അന്ന് ബ്രിട്ടീഷുകാരും ജന്മിത്ത സ്വഭാവമുള്ള ആളുകൾ നിന്നിരുന്നത്. കാണം ജന്മ മര്യാദ എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ നാട്ടില് നമ്മുടെ അന്നത്തെ ജന്മികളും അവിടുത്തെ അടിയാളന്മാരുമായിട്ടുള്ള ആളുകൾ നമ്മളൊരു കരാർ ഒപ്പിട്ടിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അടിയാളന്മാരായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ ഹരിജന വിഭാഗങ്ങൾ, ഗിരിജനങ്ങൾ എന്ന് വെക്കേണ്ട മാപ്പിള ജാതികൾ, നമ്മുടെ മുസ്ലിം സമുദായം, അവരെല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ ജന്മിത്വത്തിനോട്, ജന്മിത്ത അവകാശങ്ങളുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ജന്മികളോട് അവരോട് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാർ പൊളിച്ചെഴുതിയത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരെ കരാർ പൊളിച്ചെഴുതിയപ്പോ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പല ജന്മിമാരും അടിയാളന്മാരെ പോത്തിന്റെ കൂടെ കാളയുടെ കൂടെ മുഖത്തിൽ വെച്ചുകൊണ്ട് മണ്ണ്, അതായത് നമ്മുടെ പാടത്ത് ഉഴുതുമറിക്കാനും അതുപോലെ തന്നെ കൂട്ടാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ കാളയുടെ കൂടെ ഓടാനും ആ കാളയുടെ കൂടെ സഞ്ചരിക്കാനും സാധിക്കാതിരുന്ന പാവപ്പെട്ട ഇവിടുത്തെ ഹരിജനങ്ങളെ മണ്ണിൽ ചവിട്ടി താഴ്ത്തി കൊല്ലുന്ന ദയനീയമായ ഒരു പ്രാകൃതത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരത്തിലേക്ക് ഈ പാവപ്പെട്ട ചെറുമക്കളായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള അടിയാളന്മാരായിട്ടുള്ള ആളുകളെ അവരെ ചവിട്ടി താഴ്ത്തി കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഉൾപ്പെട്ടിരുന്നു.
നമുക്കറിയാം ഇന്ന് കാണുന്ന ഈ അവസ്ഥ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. 1975 കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അടിയാളെതിരെയുള്ള ഒരു പ്രത്യേകമായ ബില്ല് ഗവൺമെന്റ് കൊണ്ടുവന്നതിന്റെ പശ്ചാത്തലത്തിൽ 1980-കളിൽ നമ്മൾ വിദേശത്തേക്ക് അറബ് രാഷ്ട്രങ്ങളിലേക്ക് കടന്നുപോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു നിലപാട്, സാമ്പത്തിക ശേഷി ഉണ്ടായത്. 1980 മുമ്പ് 75 കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള 1920 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ്. ഈ മൊയ്തീൻകുട്ടി സാഹിബ് വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവ് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടിട്ട് സഹിക്കവയ്യാതെയാണ് ബ്രിട്ടീഷ് അധിപന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അഭിമന്യനായ മർഹൂം സയ്യിദ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവിനെ നാടുകടത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ അവരെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ടു വളർന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇത് കണ്ടു വളർന്നിട്ടുള്ള ഒരു വ്യക്തി. 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സാമ്രാജ്യത്വ പോരാട്ടത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തത് എന്ന് ചക്കിപ്പറമ്പൻ ഫാമിലിയുടെ പ്രഗത്ഭനായിട്ടുള്ള KM ജാഫർ സാഹിബ് കണ്ടെത്തിയിട്ടുള്ള വസ്തുനിഷ്ഠമായ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ സാമ്രാജ്യത്വ പോരാട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിനെതിരെയുള്ള നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം പോരാട്ടത്തിന് നടക്കുമ്പോ അദ്ദേഹത്തിന്റെ പേരിൽ മാത്രം 500 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള പറവട്ടി മാളുമ്മ എന്ന് പറയുന്ന മാളുമ്മയുടെ പേരിൽ 600 ഏക്കർ സ്ഥലം, 1100 ഏക്കർ സ്ഥലമുള്ള വളരെയധികം ജന്മിയായിട്ടുള്ള, ശരിക്കുമാണെങ്കിൽ ബ്രിട്ടീഷുകാരനോട് ശരിക്ക് ഒരു സന്ധി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ വേണമായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് ഒരു ജന്മിത്ത അവകാശത്തിൽ, ഒരു ജന്മിത്ത ഭൂപ്രഭുത്വ പ്രമാണിയായിട്ട്, ഒരു വരേണ്യ വർഗമായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട് ഏറനാട്ടിൽ വള്ളുവനാട്ടിൽ അദ്ദേഹത്തിന് ഭരിക്കാമായിരുന്നു. 1100 ഏക്കർ സ്ഥലം ഭാര്യക്കും തന്റെ തനിക്കും ഉണ്ടായിട്ട്, തന്റെ പേരിലും ഭാര്യയുടെ പേരിലുമായിട്ട് 1100 ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് പോലും മഹാനായ വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മരിക്കുന്ന സമയത്ത് നമസ്കരിക്കാനുള്ള പായ പോലും ശരിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിക്കാറുണ്ട്. ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോ വർത്തമാന ഇന്ത്യയിൽ കർഷകരും ന്യൂനപക്ഷങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്, ഒരു പുതിയ തലമുറ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരുന്നു, നിങ്ങൾക്ക് പിന്നിൽ കടന്നു വരുന്നുണ്ട്. ആ തലമുറക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങളെ, ഓർമ്മപ്പെടുത്തലുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. എന്റെ വിദ്യാർത്ഥി സമൂഹത്തിനോട് എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഉണ്ടാവും ഏതെങ്കിലും ഒരു മലമുകളിലോ പാടത്തോ പറമ്പിലോ ഏതെങ്കിലും ഒരു കബറ് കാണുമ്പോ ആ കബറ് ആരുടേതാണ് എന്ന് പരതി നോക്കേണ്ട ബാധ്യത നോക്കേണ്ട അത്തരത്തിൽ നിങ്ങൾ തെരഞ്ഞു പിടിക്കേണ്ടതുണ്ട്. കാരണം എവിടേക്കാണ് ഇത് അസ്തമിച്ച് കിടക്കുന്നത് എന്നറിയില്ല. ഈ അടുത്ത ദിവസം പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയും അതുപോലെ തന്നെ ജാഫർ സാഹിബ് അതപ്പാടെ നെമ്മിനിയിൽ ഒരു ഉമ്മയെ കാണാൻ വേണ്ടി പോയി. ഉമ്മയെ കാണാൻ ചെന്നപ്പോ, ഒരു പ്രായം ചെന്ന കുടുംബത്തിലെ ഒരു ഉമ്മയെ കാണാൻ ചെന്നപ്പോ ആ ഉമ്മ പറയാണ്, വാരിക്കുന്നത്ത് കുഞ്ഞമ്മലാക്കി അവിടെ ഒരു വീട്ടിൽ കുടിയിരിക്കൽ സംഭവമായി വന്നതിന്റെ കഥ പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പൂക്കോട്ടുംപാടം, നിലമ്പൂര്, കാളികാവ്, വണ്ടൂര്, മണ്ണാർക്കാട്, ചെമ്പ്രശ്ശേരി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോഴും മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട, വളരെ അടുത്ത ബന്ധപ്പെട്ട ആളുകളുടെ മക്കൾ ഇപ്പോഴും നമ്മുടെ മഞ്ചേരിയിൽ താമസിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം കസബ് കേന്ദ്രം, നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. നമ്മുടെ മഞ്ചേരി പട്ടണത്തിലെ ഏറ്റവും വലിയ തുണിക്കച്ചവടക്കാരാണ് കസബ് കേന്ദ്ര. ആ കസബ് കേന്ദ്രയുടെ മുതലാളിയുടെ ഉമ്മ വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരക്കുട്ടിയാണ്. ആർക്കെങ്കിലും തിരിച്ചറിയോ? നമ്മുടെ തലമുറക്കാർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയും? നമുക്ക് ആർക്കും അറിയില്ല. വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു മകനെ ആൻഡമാനിലേക്കാണ് നാട് കടത്തിപ്പോയത്.
ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മകൻ ആൻഡമാനിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കടന്നു വന്നിട്ട് ഇപ്പൊ താമസിക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ അദ്ദേഹത്തിന്റെ മക്കൾ ഇന്ന് താമസിക്കുകയാണ്. അതേപോലെ തന്നെ നെല്ലിക്കുത്തുണ്ടായിരുന്ന നമ്മുടെ ഈ ഉമ്മ, ആ ഉമ്മയുടെ മകൻ, ആ ഉമ്മയുടെ മകനാണ്, ആ മകളുടെ മകനാണ് പ്രിയപ്പെട്ട ഈ കസൂരിയുടെ ഓണർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അടുത്ത ബന്ധങ്ങൾ നമുക്ക് മുമ്പിൽ തന്നെയുണ്ട്. പക്ഷെ പരിധി നോക്കാനോ പരിശോധിക്കാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഈ ബ്രിട്ടീഷ് അധിപന്മാര് ഇതിനെ വർഗീയ കലാപമായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചത്. എനിക്ക് പറയാനുള്ളത്, ഇതൊരു കലാപമായിട്ട് നിങ്ങൾ കാണരുത്, ഒരു സ്വാതന്ത്ര്യ പോരാട്ടമായിട്ട് കാണുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട മാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പോരാട്ടമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോരാട്ടം ഒരിക്കലും തന്നെ മതവർഗീയവാദത്തിന്റെ ഒരു പോരാട്ടമല്ല. ആരാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് കൂടെ വരങ്കായിട്ട് വന്നിരുന്നത്? പാണ്ടിയാട് നമ്പീശൻ എന്ന് പറയുന്ന നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ വെട്ടിക്കാട്ട് വില്ലേജിൽ വളരാടുണ്ടായിരുന്ന പാണ്ടിയാട് നമ്പീശൻ. ആ നമ്പീശന്റെ കുടുംബം ഇന്ന് വളരാടുണ്ട്, പാണ്ടിക്കാട് വളരാടുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവിടെ പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് അവരുമായിട്ട് നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കണം. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഭരണകൂടം അന്നുണ്ടായിരുന്നു, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ 6 മാസക്കാലം കൊണ്ട് ഹിന്ദു മുസ്ലിം മൈത്രി തുന്നിച്ചേർക്കുവാൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കണം. ഒരാളുടെ ആധാരം പണയം വെച്ച ആധാരം, ആ ആധാരം ഹിന്ദുവിന്റെ ആധാരം കൊണ്ടുവന്നിട്ട് ഒരാളെടുത്ത് പണയം വെച്ചു. ആ ഹിന്ദുവിന്റെ ആധാരം എന്ത് ചെയ്തു? ഹൈന്ദവ സഹോദരൻ ആ പണമടച്ച് ആധാരം തിരിച്ചു മേടിക്കാൻ വേണ്ടി പോയപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോയിട്ട് ആധാരം കൈക്കലാക്കി. ഇത് അഭിനന്ദനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അടുത്ത് വന്നിട്ട് സങ്കടം ബോധിപ്പിച്ചപ്പോ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, സഭയിൽ വിളിച്ചു വരുത്തി ആധാരം തിരിച്ചേൽപ്പിക്കാൻ പറയുകയും അദ്ദേഹത്തിനെ സൃഷ്ടിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പരിതാപകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ചരിത്രത്തിന്റെ താളുകളിലൂടെ ഒക്കെ പരതിങ്ങനെ പോവാൻ സമയം ഒട്ടും അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കാത്തത്. അന്ന് പെണ്ണുങ്ങളുടെ മാനത്തിന് ഒരു വലിയുമില്ലാത്ത കാലഘട്ടമായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ. അത് മുസ്ലിം ഹിന്ദു എന്നുള്ള പോരാട്ടമായിട്ടല്ല കാണുന്നത്. അന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്, മറ്റവരുടെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് വെച്ചു പൊറപ്പിക്കാൻ, അവർക്കൊന്നും സംരക്ഷണം നൽകുവാൻ, അവരെ ഒന്നും ന്യായീകരിക്കുവാൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുന്നോട്ട് പോകത്തില്ല. അത്രയ്ക്ക് വീരോദാത്തമായ പോരാട്ടമായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ. മതത്തിൽ നമ്പൂതിരി എന്ന് പറയുന്ന നമ്പൂതിരിയുണ്ട്, അദ്ദേഹം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൂടെ മുന്നിരുന്നു. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ ഇവിടെ പ്രിയപ്പെട്ട എന്റെ അനിയ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി, 20% വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അന്ന് മാപ്രമാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ തീയനെയും ചോമനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്താ കാരണം? എല്ലാവരും തലമൊട്ടടിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. തലമൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ തലമൊട്ടടിച്ചിരുന്നത്? തലമൊട്ടടിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, അടിയാളന്മാര് ജന്മികളുടെ മുമ്പിലേക്ക് പോകുമ്പോ അവന്റെ തലയിൽ മുറിപാടുണ്ടായിരുന്നില്ല, അവന്റെ തലയിൽ തലയിട്ടിട്ടുണ്ടാവാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഒരു അധികൃതമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തലമൊട്ടടിക്കുന്നത്. അന്നത്തെ പാടത്ത് നെൽകൃഷി ഉണ്ടാക്കുമ്പോ ഈ ചുവന്ന തൊപ്പിക്കാർ കടന്നു വരുമ്പോ പലരും കാണാറുണ്ടായിരുന്നില്ല. അങ്ങനെ തൊപ്പിക്കാർ കടന്നു വരുന്ന സമയത്ത് ആളുകൾ ഈ തൊപ്പിക്കാരെ പോലീസുകാരെ കാണുമ്പോൾ കമിഴ്ന്ന് കിടക്കുകയോ കിണറ്റിലോ കുളത്തിലോ വല്ല കുണ്ടിലോ കുഴിയിലേക്ക് നിൽക്കായിരുന്നു. പക്ഷെ കാണാത്തവരെ നെട്ടൂരം വെടിവെച്ചതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുന്നത്. നമുക്കറിയാം, അഡീഷണൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ആമു സൂപ്രണ്ട് എല്ലാവരും ഉണ്ടല്ലോ. നമ്മളൊക്കെ ഒരു വിഷയത്തിൽ നിന്ന് നമ്മളൊക്കെ മോചിതരായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ആത്മീയതയിലേക്കാണ് മനുഷ്യർ പോവുക. സാധാരണ എന്ത് വിഷയങ്ങളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാലും എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ആത്മീയതയിലേക്കാണ് പോവുക. ആമു സാഹിബ് എന്ന് പറയുന്ന ഈ പോലീസ് സൂപ്രണ്ട് ആത്മീയതയിലേക്ക് പോയപ്പോ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇടക്ക് സംസാരത്തിൽ അദ്ദേഹം പറയാണ്, ഞങ്ങളിൽ ബ്രിട്ടീഷ് മാപ്പിളമാരെ ഞങ്ങൾ കൊന്നിരുന്നത് 60 ദിവസം ഞങ്ങൾ നിരന്തരമായി കൊന്നു. ഒരു ദിവസത്തിൽ ഞങ്ങൾ 300ഓളം വരുന്ന മാപ്പിളമാരെ മനുഷ്യരെ ഞങ്ങൾ കൊന്നിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് 300, ഒരു ദിവസത്തിൽ 300 പേരെ വെച്ച് കൊന്നു കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് 18,000 ആളുകളെ കൊന്നെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ആമു സൂപ്രണ്ട് പറയുന്നത്. ആമു സൂപ്രണ്ടിന്റെ കണക്കിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ എത്രത്തോളം ആയിരക്കണക്കിന് ആളുകൾ കൊന്നൊടുക്കിയിട്ടുണ്ടാകും?
അപ്പൊ അത് പറയാൻ കഴിയില്ല. അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയപ്പോഴാണ് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിക്ക് ധീരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഏറ്റവും കൂടുതൽ അദ്ദേഹം കണ്ടെത്തിയത് കുഞ്ഞാലി മരക്കാറിൽ നിന്നാണ്. കുഞ്ഞാലി മരക്കാറിൽ നിന്നുള്ള പ്രചോദനം കണ്ടുകൊണ്ടാണ് അദ്ദേഹം പോരാട്ട രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നത് തന്നെ കുഞ്ഞാലി മരക്കാറിന്റെ ധീരമായ പോരാട്ടവുമായി ബന്ധപ്പെട്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചാണ് കുഞ്ഞാലി മരക്കാറിനെ പോർച്ചുഗീസുകാർ കൊണ്ടുപോയി ഗോവയിൽ വെച്ച് എങ്ങനെയാണ് കൊല്ലുന്നത്? അദ്ദേഹത്തിന്റെ കാലും കൈയും എല്ലാം വരിഞ്ഞു മുടക്കിയിട്ടാണ് അദ്ദേഹത്തിന് നിഗൂഢമായി ഗോവയിൽ കൊണ്ടുപോയി കൊന്നത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും കൊലപ്പെടുന്ന കൈയും കാലുകൾ കെട്ടി വലിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, മലപ്പുറത്ത് ഇന്ന് കാണുന്ന കോട്ടക്കുന്ന് മൈതാനിയിലെ ഒരു വശത്ത് കിഴക്ക് വശത്ത് കൊണ്ടുപോയി നോക്കിയിട്ട് വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു തിരുശേഷിപ്പ് പോലും അദ്ദേഹത്തിന് ഇവിടെ ബാക്കി വെച്ചില്ല. കാരണം അവർ അതിനെ പോലും ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ ഭാര്യ മാളുവജ്മയെയും പിന്നീട് ഈ ബ്രിട്ടീഷ് അധിപന്മാർ തെരഞ്ഞിട്ട് ആ മാളുവജ്മയെ കാണാൻ സാധിച്ചില്ല. മാളുവജ്മ ഒളിവിൽ പോവുകയാണ് ചെയ്തിരുന്നത്. ഒരു ഗറില്ല പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് വർത്തമാന കാലത്ത് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് പരാജയപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം വിവിധ മിലിറ്ററികളിൽ നിന്ന് പട്ടാള ഉദ്യോഗസ്ഥകളിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടുള്ള ആളുകളെ, അത് ഹിന്ദു ഉണ്ടായിരുന്നു, മുസൽമാനുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള അത്തരത്തിലുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ കടന്നു വന്നിട്ട് അവരൊക്കെ പെൻഷൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താലോ ആ പട്ടാളത്തിൽ നിന്ന് തിരിഞ്ഞു പോന്നിട്ടുള്ള ആളുകൾ വെച്ചിട്ടാണ് നമ്മുടെ പ്രദേശത്തിലുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ പൂർവികന്മാർക്ക് ആയുധ പരിശീലനം കൊടുത്തത്. പകലായികൾക്ക് ഒറ്റ മനുഷ്യനും കാണില്ല. പകലായികൾക്ക് ഒറ്റ മനുഷ്യനും കാണില്ല. ആ പകല് നേരം കൊടുത്തു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ച് ഇവരുടെ എവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു ധീരമായിട്ടുള്ള ഗറില്ല പോരാട്ടവുമായിട്ടാണ് കടന്നത്. അതാണ് പാണ്ടിക്കാട് പട്ടാള ക്യാമ്പിൽ ആക്രമിച്ചതും ആ ആക്രമണത്തിൽ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പോരാളികളടക്കമുള്ള ആളുകൾ മരണപ്പെടാനുണ്ടായ സാധ്യത. വീവുള്ളിക്കുളം എന്ന് പറയുന്ന ആ കുളം എന്നും നമുക്ക് പാണ്ടിക്കാട് പട്ടണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു അന്നത്തെ പാണ്ടിക്കാട് ചന്ത ഉണ്ടായിരുന്നത് എന്നാണ് രേഖയിൽ കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് വിശാലയേറിയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് മറക്കാനും ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു എന്താണ് താൽക്കാലികമായിട്ട് ഒരു അവസരത്തിൽ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഓർത്തെടുക്കാനുള്ള ഒരു വിഷയമായി ഇതിനെ കാണുന്നു. ഇത്തരത്തിലുള്ള ധീരമായ പോരാട്ടങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ ഹൃദയാന്തരങ്ങൾ നമ്മൾ തുടിച്ചു. രാഷ്ട്രീയത്തിനപ്പുറമുള്ള നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഇതിഹാസം നമുക്ക് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഷഹീൻ ബാഗിനെ പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പറയുന്നത് ഞങ്ങളിപ്പോഴും പൗരത്വ ഭേദഗതിയൊന്നും ഞങ്ങൾ എടുത്തു വെച്ചിട്ടില്ല, അതുപോലെ കൂടുതലൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പെട്ടെന്ന് കൊടിയെടുത്ത തട്ടിയെടുപ്പിനെ അട്ടത്തിട്ട് കൂട്ടിവെക്കാനുള്ള ചരിത്രങ്ങളല്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമെന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട്. നമ്മുടെ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കാൻ പറ്റാവുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ബൈജു ആപ്പിനെ പോലുള്ള ആളുകളൊക്കെ ബൈജു ആപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു RSSന്റെ ഉൾപ്പെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്ക് വളരെയധികം ഭയാനകമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ആപ്പുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് കണ്ടുവരുന്നത്. അതൊക്കെ നമ്മുടെ മക്കളൊക്കെ ബൈജു ആപ്പിലൊന്നും പോയിട്ട് സെർച്ച് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന SEOനെ ഓർക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനിക്കുകയാണ്. ഞാനൊരു ശാന്തപുരം മഹലിലെ തൊട്ടടുത്ത മഹലിലാണ് എൻ്റെ ബാബന്റെ ചെറുപ്പകാലം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ശാന്തപുരം ഇസ്ലാമിയ കോളേജുമായി അഭേദമായിട്ടുള്ളൊരു ബന്ധം എക്കാലത്തും കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഓർമ്മപ്പെടുത്തലുകൾ, നമ്മുടെ അടയാളപ്പെടുത്തൽ പൂർവികർക്ക് അടയാളപ്പെടുത്തി പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറൂർ യുദ്ധമായാലും, പൂക്കോട്ടൂർ യുദ്ധമായാലും, പാണ്ടിക്കാട് യുദ്ധമായാലും എല്ലാം ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്കിടയിൽ എവിടേക്കോ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കരുതി നോക്കണം, നമുക്ക് ഒരുമിച്ച് പോകാം. തീർച്ചയായിട്ടും ചക്കിപ്പറമ്പൻ ഫാമിലി എന്ന് പറയുന്ന ആ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. അവരോടൊപ്പം നമ്മളും ചേർന്ന് കഴിഞ്ഞാൽ തീർത്തും
അത്തരത്തിൽ മായ്ച്ചു പോകുന്ന ഒരുപാട് അടയാളങ്ങളെ ഓർത്തെടുക്കുവാനും പുതിയ തലമുറക്ക് കൈമാറുവാനും നമുക്ക് സാധിക്കും. ആ ദൗത്യം ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വരണമെന്ന് വളരെ പ്രിയത്തോടു കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും എന്നെ ഇതിലേക്ക് ഒരു അധികാരി ക്ഷണിച്ചതിനും അതുപോലെ തന്നെ എന്നെ കേട്ടതിനും നമുക്ക് കൂടാനും ചേരാനും അതുപോലെ തന്നെ പരസ്പരം ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വാഗതം.